എറണാകുളം ഞാറക്കലിൽ അഭിഭാഷകരുടെ പിതാവിന് കുത്തേറ്റു. ഗുരുതര പരിക്കേറ്റ മോഹൻദാസ് ചികിത്സയിലാണ്. ഗാർഹിക പീഡന കേസ് ഏറ്റെടുത്തതിലെ പകയാണ് ആക്രമണത്തിന് കാരണം. സംഭവത്തിൽ 2 പേർ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട്. കേസ് ഏറ്റെടുത്തതിലെ പക പോക്കുക എന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നമ്മളുള്ളത് ഇപ്പോൾ മോഹൻദാസിൻ്റെ വസതിയിലാണ്. മോഹൻദാസിൻ്റെ മക്കൾ 2 പേരും തന്നെ അഭിഭാഷകരാണ്. ഇവിടേക്കാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള സംഘം എത്തുന്നത്. ഈ കാണുന്നത് ഇവിടെ വാതിക്കൽ വെച്ച് ഇവരെ കുത്തി വീഴ്ത്തുകയായിരുന്നു. ഇപ്പോൾ മോഹൻദാസിൻ്റെ ഭാര്യ നമുക്കൊപ്പമുണ്ട്, മകൻ നമ്മുടെ അഡ്വക്കേറ്റ് ഡോൾഗോ ഒപ്പമുണ്ട്. അമ്മയായിരുന്നു ഇന്നലെ സമയത്ത് ഓടി വരുന്നത്. ഓടി വന്ന് അറക്കണമെന്ന് നിർത്തണില്ല. ഞാൻ നിലവിളിച്ചിട്ട് ഓടി അവരോട് പറഞ്ഞു, ഒന്ന് വന്നേ രക്ഷിക്കണേ എന്തേ തലത്ത് കൊല്ലണ്ട് കുത്തണ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കുറേ കഴിഞ്ഞപ്പോൾ അവർ വന്ന് കൊണ്ടുപോയി പോലീസിനെ വിളിക്കുക. എന്നാൽ അച്ഛനെ ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞപ്പോഴേക്കും ഇവർ അപ്പോഴാണ് അല്ലെങ്കിൽ കഴുത്ത് മാറ്റിയിട്ടാണ് ഇവർ കണ്ടിരിക്കണം. പേടിയാണ് എനിക്കത് ഓർക്കുമ്പോൾ. ഇവിടെ വെച്ചായിരുന്നു അല്ലേ ഈ പടി? ഇവിടെ താഴെ എല്ലാം തന്നെ രക്തം ഇപ്പോഴും തളം കെട്ടി നിൽക്കുന്നു. നമുക്ക് ഒപ്പം ഡോൾഗോ കൂടി ചേരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവിനാണ് കുത്തേറ്റത്. ഇപ്പോൾ ആശുപത്രിയിൽ എങ്ങനെയാണ്? ആശുപത്രിയിൽ ഒന്നും പറയാനായിട്ടില്ല. 24 മണിക്കൂർ ഒബ്സർവേഷനിൽ വെച്ചിരിക്കുകയാണ്. ഒരു കിഡ്നി പോയി, പാൻക്രിയാസ് കട്ടായി, പിന്നെ കഴുത്തിൽ 4 മുറിവുണ്ട്. അപ്പോൾ അതിനകത്ത് ഇവിടുത്തെ ഒരു ഗ്ലാൻഡ് എന്തോ കട്ടായി എന്നാണ് പറയുന്നത്. 24 മണിക്കൂർ കഴിഞ്ഞാലേ അപകടസ്ഥിതി തരണം ചെയ്തു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ അസോസിയേറ്റ്സിൽ ഒരു കേസ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഈ വന്ന് ആക്രമിച്ച ആക്രമണകാരിയുടെ ഭാര്യയുടെ കേസ് നമ്മളിവിടെ വക്കാലത്തെടുത്തു എന്നുള്ളതാണ്. ആ വക്കാലത്ത് എടുക്കാൻ പാടില്ലെന്നും പറഞ്ഞാണ് അച്ഛനും അമ്മയും അച്ഛനെ കഴുത്തറുത്തു 4 കുത്തി ഉപദ്രവിച്ചത്. ഈ വക്കീൽ ചെയ്തതിന് വക്കീലിൻ്റെ അച്ഛനോട് കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇങ്ങോട്ട് വാ, നമ്മൾ യുവാവായ നമ്മളുടെ അടുത്ത് വാ. അല്ലാതെ ഈ പാവപ്പെട്ട വയസ്സായ ഇങ്ങനെയുള്ള പാവപ്പെട്ട വൃദ്ധരായ ആളുകളെയാണോ? അതും 4 കുത്ത്, ഇവിടെ 4 കുത്ത്, കിഡ്നി പോയി. 10-79 വയസ്സുള്ള ഒരാളുടെ കിഡ്നി പോയി കുത്തിയിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. എന്താണെന്ന് പോലീസ് വധശ്രമത്തിന് കേസ് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള അന്വേഷണമാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സഹകരണമാണ്. പോലീസ് വളരെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ തന്നെ അവരെ പിടിച്ചു എന്നുള്ളതാണ് എനിക്കറിയാൻ സാധിച്ചത്. സ്ഥിരം കേസുകളിലെ പ്രതികളാണ് ഇവർ. കാരണം ഇവർ പല കേസുകളിൽ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്യാതെ, അതായത് ഇവിടുത്തെ ലോക്കൽ രാഷ്ട്രീയത്തിൽപ്പെട്ട ആൾക്കാർ ഇവർ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടി പോകുമ്പോൾ തന്നെ ഇറക്കിക്കൊണ്ട് പോരേണ്ടിയിരുന്നു. അങ്ങനെ ഒരു 3-4 പ്രാവശ്യമായി അവരെ ഇറക്കിക്കൊണ്ട് പോകുന്നത്. സ്ഥിരം ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. സ്ഥിരം ക്രിമിനൽസാണ്. അതായത് അറിയപ്പെടുന്നത് ബാപ്പുട്ടി എന്നാണ്. ബാപ്പുട്ടി സ്ഥിരം ഗുണ്ടയാണ് ഇവിടുത്തെ. 10-21 കേസിൽ പ്രതിയാണ് അവൻ. ഞാറക്കൽ പോലീസാണ്. അപ്പോൾ വീട് പോലും ഇല്ല, കിടക്കുന്നത് അവിടെ ഒരു ഐസ് പ്ലാന്റിൻ്റെ വാതിക്കലാണ് കിടക്കുന്നത്. അപ്പോൾ ക്രിമിനൽ അവരാണ് ആക്രമണം നടത്തിയത്. അത് ഒരു കോഴീനെ അറക്കണ പോലെ അറുത്തു എന്നാണ് അമ്മ പറയണത്. കഴുത്ത് ഭയങ്കര കൊല്ലടാ ഒരാൾ കുത്തടാന്ന് പറഞ്ഞ് 2 കൂടി അലറിക്കൊണ്ടാണ് ഞാൻ അടുത്തന്നെ എന്നെ കുത്തിപ്പിച്ച് ഞാൻ ഓടി റോഡിലോട്ട് പോയി നിലവിളിച്ച്, അയ്യോ ഓടി വന്ന് രക്ഷിക്കണേ മാറില്ല. എന്റെ ചോര കഴുത്ത് തങ്ങുന്ന. ഇപ്പോഴും നമുക്ക് കാണാം അമ്മയുടെ ആ ഞെട്ടൽ മാറിയിട്ടില്ല. ആ ഒരു ഷോക്കിൽ തന്നെയാണുള്ളത്. വീട്ടുവാതിക്കൽ ഇപ്പോഴും രക്തം തളം കെട്ടി നിൽക്കുന്നു. പോലീസ് 2 പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഇത് കേസ് ഏറ്റെടുത്തതിൽ അഭിഭാഷകരോട്, വീട്ടുകാരോട് ഈ രീതിയിലുള്ള ഒരു പക തീർക്കുന്ന പോലെ ഇവർ ചെയ്തിട്ട് പോയിരിക്കുന്നു. എന്തായാലും ശക്തമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായിട്ട് തന്നെ വളരെ പെട്ടെന്നുണ്ടായി എന്ന് തന്നെയാണ്. ഏതായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് കൊച്ചിയിൽ ഇന്നലെ രാത്രിയോടെ നടന്നത്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.